അപ്പോൾ ഇതിൻ്റെ ടേം നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ സെൻറ്റൻസുകളായിരുന്നു. അതിനുശേഷം അതിൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ചോദ്യങ്ങളാണ്. അപ്പോൾ പ്ലൂരലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സിംഗുലറും ഉണ്ട്, അതുപോലെ തന്നെ പ്ലൂരലും ഉണ്ടെന്ന് പഠിച്ചായിരുന്നു. സിംഗുലർ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ശരിക്കും എവരിബഡി സിംഗുലർ ആണോ? അല്ല, എവരിബഡി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്ലൂരലാണ്. പക്ഷേ നമ്മളത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിംഗുലറിലാണ്. എവരിബഡി മാത്രമാണോ നമ്മളങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അല്ല, എവരിബഡി, നോബഡി, സംബഡി, എനിബഡി, അതുപോലെ തന്നെ എവരി വൺ, നോ വൺ, സം വൺ, എനി വൺ, ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിംഗുലറിലാണ്. പ്ലൂരൽ ഏതൊക്കെ പറഞ്ഞു? ഐ, യു, ദേ, വി. ആ പ്ലൂരൽ വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സിംഗുലർ വെച്ചിട്ടുള്ളത് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ പ്ലൂരൽ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം. സിമ്പിൾ